ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെനി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, കാരണം ഇതുപോലുള്ള ഡൗട്ട്സ് ഇനിയും ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യമാണ്, ഹലോ മാം, ജനുവരി 26 ലാസ്റ്റ് പീരീഡ്സ് ആയതാണ്, പിന്നെ ഇതുവരെ ആയിട്ടില്ല. ഫസ്റ്റ് പ്രഗ്നൻസി കിറ്റ് ചെക്ക് ചെയ്തു, നെഗറ്റീവ് ആണ്. പിന്നെ നോക്കി ഫെയിൻറ്റ് ലൈൻ ആണ്. ബ്ലഡ് ടെസ്റ്റ് എടുത്തു, HCG 2.30. ചാൻസ് ഉണ്ടോ പ്രഗ്നൻസിക്ക്? ഇവിടെ HCG 2.30, അതായത് നെഗറ്റീവ് ആണ്. പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രഗ്നൻസിക്ക് വളരെ വളരെ ചാൻസ് കുറവാണ്. കാരണം ജനുവരി 26 ലാസ്റ്റ് പീരീഡ്സ് ആയിരിക്കുന്നത്. അപ്പോൾ മാർച്ച് 26 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം 2 മാസം ആകുകയാണ് ചെയ്യുന്നത്. പ്രഗ്നൻ്റ് ആയിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ HCG കൂടിയേനെ. അപ്പോൾ ഇപ്പോൾ HCG 2.30 നിൽക്കുന്നത് കൊണ്ട് തന്നെ നെഗറ്റീവ് ആണെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. പിന്നെ എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്കണം. കാരണം പീരീഡ്സ് എന്താണ് ഇത്രയും കാലമായിട്ട് മിസ് ആയിരിക്കുന്നത് അത് നമുക്ക് അറിയാനുണ്ട്. PCOD ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. പീരീഡ്സ് എന്താ ആകാത്തത്, അതിൻ്റെ റീസൺ എന്താണെന്നും കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ ഡോക്ടറെ കാണിക്കുക. അടുത്ത ചോദ്യമാണ്, ഹായ് മാം, ഞാൻ 2.5 മാസം പ്രഗ്നൻ്റ് ആണ്. 6th വീക്ക് മുതൽ ബ്രൗൺ ഡിസ്ചാർജും ഇടയ്ക്കൊക്കെ ഡിസ്ചാർജിനൊപ്പം റെഡ് കളറും കാണാറുണ്ട്. സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല. ബേബിൻ്റെ ഹാർട്ട് ബീറ്റ് 171. വീക്ക്ലി പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ ആൻഡ് ടാബ്ലറ്റും കഴിക്കുന്നുണ്ട്. 1 ഇയറിന് മുൻപേ എനിക്ക് 5th മന്തിൽ അബോർഷൻ ആയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്രൗൺ ഡിസ്ചാർജ് വരുന്നത്? മാം, നിങ്ങളുടെ മറുപടിക്കായി ഞാൻ കാത്തിരിക്കുന്നു പ്ലീസ്. സ്കാനിങ്ങിൽ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നും കാണില്ല. അതുപോലെ തന്നെ ബേബിയുടെ ഹാർട്ട് ബീറ്റ് നോർമൽ ആണ്. പിന്നെ വീക്ക്ലി പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻസും ടാബ്ലറ്റും ഒക്കെ മുടങ്ങാതെ എടുക്കേണ്ടി വരും ഡോക്ടർ പറയുന്ന അത്രയും നാൾ. അതുപോലെ തന്നെ ബ്രൗൺ ഡിസ്ചാർജ് നമുക്ക് നോർമലായിട്ടും പ്രഗ്നൻസിയിൽ വരാറുണ്ട്. കുറച്ച് വാർണിംഗ് സൈൻസ് ആയിട്ടും വരാറുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ ബ്രൗൺ ഡിസ്ചാർജ് കാണുമ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണേണ്ടതെന്നും എന്തൊക്കെ കെയർ ആണ് നമ്മൾ ചെയ്യേണ്ടതെന്നും ഏതൊക്കെ ബ്രൗൺ ഡിസ്ചാർജ് ആണ് നോർമൽ എന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വീഡിയോ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യമാണ്, ബ്രൗൺ ഡിസ്ചാർജ് വജൈനയ്ക്കകത്ത് വരുന്നുണ്ട്. പീരീഡ് ഡേറ്റ് 16th പീരീഡ്സ് ആവാനാണോ ഈ ഡിസ്ചാർജ് വരുന്നത്? ലാസ്റ്റ് മന്ത് പീരീഡ് 2nd ഡേ മുതൽ ക്ലോമിഫെൻ സിട്രേറ്റ് 5 days എടുത്തിരുന്നു. പ്രഗ്നൻസി ചാൻസ് ഉണ്ടോ? അപ്പോൾ ക്ലോമിഫെൻ സിട്രേറ്റ് നമ്മൾ എന്തിനാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് എഗ് ഫോർമേഷന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും നമുക്ക് ഈ ഡിസ്ചാർജ് വന്നത് പീരീഡ്സ് ആവാനാണോ അതോ ഇംപ്ലാന്റേഷൻ ആണോ അതൊന്നും നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ സാധിക്കുകയില്ല. അടുത്ത ചോദ്യമാണ്, ആദ്യത്തെ 14 ദിവസം കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ ഡേ 2 പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള യൂട്രസ് ഡയലേഷൻ ആൻഡ് കോറിംഗ് പ്രൊസീജിയർ കഴിഞ്ഞിരിക്കുവാണ്. ഏപ്രിൽ 1st വീക്ക് ഓർ 2nd വീക്ക് ആയിരിക്കും ET ഉണ്ടാവുക. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം എന്തൊക്കെ ഫുഡ്സ് ആണ് കഴിക്കേണ്ടത്, ഡയറ്റ് പ്ലാൻ പോലെയും അതുപോലെ തന്നെ ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ് എന്തൊക്കെയാണെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കംഫർട്ട് സോൺ പോലെ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ചൂസ് ചെയ്ത് ഫുഡ് കഴിക്കാവുന്നതാണ്. അടുത്ത ചോദ്യമാണ്, മാം, IVF പോസിറ്റീവായി നല്ല ബാക്ക് പെയിനും കാലുവേദനയും വയറുവേദനയും ഉണ്ട്, അങ്ങനെ ഉണ്ടാവുമോ? അപ്പോൾ IVF പോസിറ്റീവ് ആയതിനു ശേഷം
ശേഷം ബാക്ക് പെയിനും കാലുവേദനയും വയറുവേദനയും ഒക്കെ ഉണ്ടാകും, ചെറിയ തോതിൽ. അത് നോർമലാണ്. അത് നമ്മൾ കഴിക്കുന്ന ഹോർമോണൽ മെഡിസിൻസ് കാരണമാണ് അങ്ങനെ ഉണ്ടാകുന്നത്. പക്ഷേ നമുക്ക് സഹിക്കാൻ കഴിയാത്ത വേദന എന്ത് തന്നെ ആയാലും, ബാക്ക് പെയിൻ ആയാലും കാലുവേദന ആയാലും വയറുവേദന ആയാലും ഒക്കെ നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് എമർജൻസി ആയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അടുത്ത ചോദ്യമാണ്, ഇംപ്ലാന്റേഷൻ ടൈമിൽ ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സ് കഴിക്കാമോ ചേച്ചി? അപ്പോൾ തീർച്ചയായിട്ടും ഇംപ്ലാന്റേഷൻ ടൈമിൽ ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇംപ്ലാന്റേഷൻ ടൈമിൽ പുളിപ്പുള്ള ഭക്ഷണങ്ങൾ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ധൈര്യമായിട്ട് ഇംപ്ലാന്റേഷൻ ടൈമിൽ ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. അടുത്ത ചോദ്യമാണ്, എൻ്റെ IVF ആദ്യം HCG 8.9 ആയിരുന്നു, പിന്നെ 7.8 ആയി, മെഡിസിൻ സ്റ്റോപ്പ് ആക്കി, അതിനുശേഷം നല്ല വയറുവേദന, പിന്നെ ബ്ലാക്ക് കളർ ഡിസ്ചാർജ് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? അപ്പോൾ അത് നോർമൽ തന്നെയാണ്. ചിലവർക്ക് ബ്ലാക്ക് കളറായിട്ട് വരും, ചിലവർക്ക് ബ്രൗൺ ഡിസ്ചാർജ് ആയിട്ട് വരും, അതിനുശേഷം പീരീഡ്സ് ആയിട്ട് വരും. അതൊക്കെ നോർമലാണ്. പിന്നെ ഒരുപാട് വയറുവേദന ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. മൈൽഡ് ആയിട്ടുള്ള വയറുവേദനയൊക്കെ ആണെങ്കിൽ അത് നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. അടുത്ത ചോദ്യമാണ്, മാം എനിക്ക് ബ്രൗൺ ഡിസ്ചാർജ് ഉണ്ടായിരുന്നു, IVF കഴിഞ്ഞ് പോസിറ്റീവ് ആയതാണ്. ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഹേർട്ട് ബീറ്റ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു, ബട്ട് കുഞ്ഞ് കിടക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ? ബെഡ് റെസ്റ്റ് ആണെങ്കിലും ബാത്റൂമിൽ പോകുന്നത് കൊണ്ടും ഇരിക്കുന്നത് കൊണ്ടും ഒക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ മാം? അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് ബെഡ് റെസ്റ്റ് അത്യാവശ്യം തന്നെയാണ്. ബെഡ് റെസ്റ്റ് ചെയ്യുക, അത്യാവശ്യം ബാത്റൂമിൽ പോകാൻ എണീക്കാവുന്നതാണ്, അല്ലാതെ കൂടുതലും ടൈം ബെഡ് റെസ്റ്റ് ചെയ്യുക. പിന്നെ അടുത്ത പ്രാവശ്യം സ്കാനിങ്ങിന് പോകുമ്പോൾ ഡോക്ടർ പറയും കൂടുതലായിട്ട് എന്തൊക്കെയാണ് കെയർ ചെയ്യേണ്ടതെന്ന്. അടുത്ത ചോദ്യമാണ്, ഫെബ്രുവരി 21 ആണ് പീരീഡ്സ് ആയത്, 5 to 6 ഡേയ്സ് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു, മാർച്ച് തൊട്ട് ബ്ലാക്കിഷ് ബ്രൗൺ കളർ ഡിസ്ചാർജ് വരുന്നു, കണ്ടിന്യൂസ് ആയിട്ടില്ല, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അപ്പോൾ ഒരു പ്രോബ്ലവും ഇല്ല, അത് നോർമലാണ്. ചിലവർക്ക് അങ്ങനെ വരാറുണ്ട്, അത് പേടിക്കാൻ ഒന്നും തന്നെ ഇല്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലാക്ക് കളറോ ബ്രൗൺ കളറോ ഒക്കെ ഡിസ്ചാർജ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺസ് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്കുക. എന്തൊക്കെ റീസൺ ആണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ആ വീഡിയോ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ പേടിക്കാൻ ഒന്നും തന്നെ ഇല്ല. അടുത്ത ചോദ്യമാണ്, ഹായ് ചേച്ചി, IVF ട്രീറ്റ്മെന്റ് ചെയ്യുന്ന എന്നെ പോലെയുള്ളവർക്ക് നോമ്പ് എടുക്കുന്നതിൽ പ്രോബ്ലം ഉണ്ടോ? അപ്പോൾ IVF ട്രീറ്റ്മെന്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ നോമ്പ് എടുക്കാവുന്നതാണ്, അതിന് പ്രോബ്ലം ഒന്നും തന്നെ ഇല്ല. പക്ഷെ നമ്മൾ അവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, നമ്മുടെ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് തന്നെ നോമ്പ് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ നോമ്പ് ഫാസ്റ്റിംഗ് അല്ലാത്ത സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ മീൽ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അടുത്ത ചോദ്യമാണ്, 8 വീക്കിന് ശേഷം ഹേർട്ട് ബീറ്റ് ആകാൻ ചാൻസ് ഉണ്ടോ? അപ്പോൾ 8 വീക്കിന് ശേഷം ചിലവർക്ക് മാത്രം ഹേർട്ട് ബീറ്റ് ഉണ്ടാകാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസീവ് ചെയ്തത് ലേറ്റ് ആയിട്ടായിരിക്കും. അങ്ങനെയുള്ള കേസസിൽ 8 വീക്കിന് ശേഷവും ഹേർട്ട് ബീറ്റ് ഉണ്ടാവാറുണ്ട്. അടുത്ത ചോദ്യമാണ്, ഫസ്റ്റ് IVF ഫെയിൽ ആയാൽ സെക്കൻഡ് IVF നെക്സ്റ്റ് മന്ത് ചെയ്യുന്നതാണോ നല്ലത്, അതോ 2 months കഴിഞ്ഞ് ചെയ്താൽ പ്രോബ്ലം ഉണ്ടോ? പോസിറ്റീവ് ആവാൻ ചാൻസ് കുറവാണോ? അപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ബോഡി കറക്റ്റ് ആയതിനു ശേഷം നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയതിനു ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നെക്സ്റ്റ് IVF ചെയ്യിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സെക്കൻഡ് IVF നമുക്ക് 2 months കഴിഞ്ഞ് ചെയ്യിച്ചാലും അതിൻ്റെ സക്സസ് റേറ്റ് ഒന്നും തന്നെ കുറയുകയില്ല. അടുത്ത ചോദ്യമാണ്, ചേച്ചി ഞാൻ 5 months പ്രഗ്നന്റ് ആണ്, എനിക്ക് നോമ്പ് എടുക്കാൻ സാധിക്കുമോ? കുഞ്ഞിന് പ്രശ്നം ഉണ്ടാകുമോ? അപ്പോൾ പ്രഗ്നൻസിയിൽ നോമ്പ് എടുക്കുക എന്ന് പറയുന്നത് ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് തന്നെയാണ്. കാരണം ചിലവർ പറയും പ്രഗ്നൻസിയിൽ നോമ്പ് എടുക്കാൻ പാടില്ല എന്ന്, കുഞ്ഞിന് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നും. അതുപോലെ മറ്റു ചിലർ പറയും പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല, നോമ്പ് ധൈര്യമായിട്ട് എടുക്കാവുന്നതാണെന്ന്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറോട് തന്നെ ചോദിക്കുന്നതായിരിക്കും ഉചിതം. കാരണം ഓരോ പ്രഗ്നൻസിയും വ്യത്യസ്തമാണ്, ഓരോ പ്രഗ്നൻസിയിലെ കണ്ടീഷൻസും വ്യത്യസ്തമാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു കാര്യത്തിന് തീരുമാനം എടുക്കാനായിട്ട്. ഒരു കുഴപ്പവുമില്ല, നിങ്ങളുടെ പ്രഗ്നൻസിയിലെ എല്ലാ കണ്ടീഷൻസും നോർമൽ ആണ്, നിങ്ങളുടെ പ്രഗ്നൻസി കംപ്ലീറ്റ്ലി നോർമൽ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോമ്പ് എടുക്കാവുന്നതാണ്. പക്ഷെ അപ്പോഴും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് അല്ലാത്ത സമയത്ത് നന്നായിട്ട് ന്യൂട്രീഷൻ അടങ്ങിയ ഫുഡ് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രീഷൻ നിങ്ങളുടെ ഡയറ്റിൽ എത്തിയിരിക്കണം. അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് അല്ലാത്ത സമയത്ത് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുകയും വേണം. അടുത്ത ചോദ്യമാണ്, ബീറ്റ HCG വാല്യൂ 0.6 ആണ്, പോസിറ്റീവ് ഓർ നോട്ട്? അപ്പോൾ ബീറ്റ HCG വാല്യൂ 0.6 നെഗറ്റീവ് ആണ്. അടുത്ത ചോദ്യമാണ്, ഹായ് ഡിയർ, എനിക്ക് 10 വീക്സ് ആയി, 6 വീക്ക് മുതൽ നല്ല വോമിറ്റിംഗ് ആയിരുന്നു,
ഡോക്ടർ ഗുളിക കഴിക്കാൻ പറഞ്ഞു. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഗുളിക കഴിച്ചു. ബട്ട് ഇപ്പോൾ 1 വീക്കായിട്ട് മെഡിസിൻ എടുക്കാതിരുന്നിട്ട് വൊമിറ്റിംഗ് ഒന്നുമില്ല. എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുന്നുമുണ്ട്. പെട്ടെന്ന് വൊമിറ്റിംഗ് സ്റ്റോപ്പ് ആയപ്പോൾ എന്തോ ഒരു ചെറിയ പേടി. NT സ്കാൻ 29 ആണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പേടിക്കാൻ ഒന്നും തന്നെ ഇല്ല. നമുക്ക് പ്രഗ്നൻസിയിൽ പല സമയത്തും പല സിംറ്റംസ് ആയിരിക്കും. ചിലപ്പോൾ സിംറ്റംസ് കാണും, ചിലപ്പോൾ സിംറ്റംസ് കാണില്ല. ചില സിംറ്റംസ് വേഗം വരും, വേഗം പോകും. അതൊക്കെ നോർമലാണ്. അപ്പോൾ മാക്സിമം പ്രഗ്നൻസി എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത ചോദ്യമാണ്, മാഡം എനിക്ക് ഫെബ്രുവരി 24 എംബ്രിയോ ട്രാൻസ്ഫർ. ഡേ 3 2 എംബ്രിയോസ് ആണ് ചെയ്തത്. 14ാമത്തെ ദിവസം HCG 749 ആണ്. ഇത് നല്ല റിസൾട്ട് അല്ലേ? തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെയാണ്. 11th ഡേ മുതൽ 4 ദിവസം സ്പോട്ടിംഗ് പോലെ ഉണ്ടായിരുന്നു. അത് നോർമൽ ആണ്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണ്. വയറിന്റെ 2 വശത്തും ഇടയ്ക്ക് വേദന വരുന്നുണ്ട്. അത് നോർമൽ ആണ്. ഇരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് നോർമൽ ആണ്. ഇതിന്റെ എല്ലാം റീസൺസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ റീസൺസ് എല്ലാം തന്നെ മനസ്സിലാകും. ട്വിൻസ് ആകാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞാലേ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. HCG വാല്യൂ ഒരുപാട് ഹൈ ഉള്ളവർക്ക് ട്വിൻസ് ആകാൻ സാധ്യതയുണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. പക്ഷെ അപ്പോഴും നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞാലേ സാധിക്കുകയുള്ളൂ. അടുത്ത ചോദ്യമാണ്, ഫെബ്രുവരി 1 പീരീഡ്സ് ആയി. ഓവുലേഷൻ ഡേറ്റ് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 16 ആണെന്ന്. നോട്ട് ഷുവർ. PCOS ഉണ്ട്. ലെട്രോസോൾ എടുത്തായിരുന്നു. ഇന്നലെ മാർച്ച് 6 ഒരു നേരം ചെറിയ രീതിയിൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ബീറ്റ HCG ഇന്നലെ ടെസ്റ്റ് ആക്കി. 0.115. എനി ഹോപ്പ് വെയിറ്റ് ചെയ്യണോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കാൻ ഇച്ചിരി ഡിലേ ആയിപ്പോയി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആരാണ് ചെയ്ത് അവരെനിക്ക് താഴെ മെസ്സേജ് അയക്കണം. പീരീഡ്സ് ആയോ എന്ന്. എനിക്ക് തോന്നുന്നു 0.115 എന്തായാലും നെഗറ്റീവ് ആണ്. പീരീഡ്സ് ആകാനാണ് സാധ്യത. അപ്പം നമുക്ക് നോക്കാം. എന്തായാലും പീരീഡ്സ് ആയോ എന്ന് താഴെ മെസ്സേജ് അയക്കുക. അടുത്ത ചോദ്യമാണ്, 326.9 ഓക്കെ ആണോ മാം? അപ്പോൾ ബീറ്റ HCG 326.9 പോസിറ്റീവ് ആണ്. കൺഗ്രാജുലേഷൻ. അടുത്ത ചോദ്യമാണ്, ചേച്ചി എനിക്കിപ്പോൾ 5 വീക്ക് പ്രഗ്നന്റ് ആണ്. ചെറിയ രീതിയിൽ സ്പോട്ടിംഗ് പോലെ ബ്ലീഡിംഗ് വന്നു. ബീറ്റ HCG നോക്കി ഡോക്ടറെ കണ്ടു. 719 ആണ് ബീറ്റ HCG ലെവൽ. നോർമൽ ആണോ? അപ്പോൾ 719 ബീറ്റ HCG ലെവൽ നോർമൽ തന്നെയാണ്. പക്ഷേ നമുക്ക് ബ്ലീഡിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനിയും ബ്ലീഡിംഗ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഡോക്ടറെ കാണുക. ഇനിയും ഡോക്ടറെ കാണുമ്പോൾ ചിലപ്പോൾ സ്കാനിങ്ങിന് പറയും. അപ്പോൾ സ്കാനിങ് ചെയ്ത് നോക്കുക. ഹാർട്ട് ബീറ്റ് ഒക്കെ വന്നു എന്ന് അന്നേരം അറിയാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റു കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഇത്രയും ഡൗട്ട്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും മറ്റും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, പോസിറ്റീവ് ചിന്തയോടുകൂടി തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.